CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുമരമ്പത്തൂർ പഞ്ചായത്തിലെ UDF ഭരണത്തിൽ അതൃപ്തി പുകയുന്നു. ഭരണസമിതിയിലെ എല്ലാ നിർണായക തീരുമാനങ്ങളും എടുക്കുന്നത് പള്ളിക്കുന്നിലുള്ള ലീഗിന്റെ ഹൈക്കോർ കമ്മിറ്റിയാണെന്ന് മുൻ UDF ഘടകകക്ഷിയും RMP നേതാവുമായിരുന്ന ജമാൽ. ചങ്ങലേരിയിലെ ലീഗ് നേതാക്കൾക്ക് പോലും തീരുമാനമെടുക്കുന്നതിൽ പങ്കാളിത്തമില്ലെന്നും ജമാൽ ആരോപിച്ചു. മെസ്സിയെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതിന് പിന്നിൽ സ്പോൺസറായ വ്യക്തിയുടെ കള്ളപ്പണം വെളുപ്പിക്കൽ അജണ്ടയുണ്ടോ എന്ന് സംശയിക്കുന്നതായി VT ബൽറാം. മെസ്സി വരുമോ ഇല്ലയോ എന്നല്ല, അർജന്റീന ടീം കേരളത്തിൽ കളിക്കാൻ വരുമോ എന്നാണ് അറിയേണ്ടത് എന്നും KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം ചോദിച്ചു. അങ്ങാടിപ്പുറത്തെ രൂക്ഷമായ ഗതാഗത കുരുക്കിനെതിരെ പ്രതിഷേധവുമായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി. ജനങ്ങളും വ്യാപാരികളും നേരിടുന്ന ദുരിതങ്ങൾക്ക് അറുതി വരുത്താൻ അടിയന്തര നടപടികൾ ആവശ്യപ്പെട്ടുകൊണ്ട് മങ്കട പെരിന്തൽമണ്ണ യൂണിറ്റുകൾ ഓഗസ്റ്റ് 13 കടകളടച്ച് പ്രതിഷേധ റാലിയും ധർണയും നടത്തും. പൊന്നാനി KSRTC ഡിപ്പോയിൽ നിന്നും ഹെവി ലൈസൻസ് എടുക്കുന്ന ആദ്യ വനിതയായി തൃപ്പങ്ങോട് സ്വദേശിനി ആര്യനന്ദ. KSRTC ബസ് ഡ്രൈവറായിരുന്ന അച്ഛൻ പ്രസന്നകുമാറിൽ നിന്ന് ലഭിച്ച പ്രചോദനമാണ് ഈ നേട്ടത്തിന് പിന്നിലെന്ന് ആര്യനന്ദ പറയുന്നു. കുമരമ്പത്തൂർ പഞ്ചായത്തിലെ UDF ഭരണത്തിൽ അതൃപ്തി പുകയുന്നു. ഭരണസമിതിയിലെ എല്ലാ നിർണായക തീരുമാനങ്ങളും എടുക്കുന്നത് പള്ളിക്കുന്നിലുള്ള ലീഗിന്റെ ഹൈക്കോർ കമ്മിറ്റിയാണെന്ന് മുൻ UDF ഘടകകക്ഷിയും RMP നേതാവുമായിരുന്ന ജമാൽ. ചങ്ങലേരിയിലെ ലീഗ് നേതാക്കൾക്ക് പോലും തീരുമാനമെടുക്കുന്നതിൽ പങ്കാളിത്തമില്ലെന്നും ജമാൽ ആരോപിച്ചു. ഏതാണ്ട് മാർച്ച് മാസം അടുത്തിട്ടാണ് നമ്മൾ റോഡ് വർക്കുകൾ തുടങ്ങിയത്. അപ്പോഴാണ് നമ്മളൊക്കെ UDF കമ്മിറ്റിയോടും പറയുന്നത്, അവിടെ കോൺട്രാക്ടർമാരുമായിട്ട് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോഴാണ് കമ്മീഷൻ വ്യവസ്ഥയിൽ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അതിൽ പള്ളിക്കുന്നിലെ ഹൈപ്പവർ കമ്മിറ്റി എന്ന് പറയുന്നത് ഈ സാധനം UDF കമ്മിറ്റി എന്തെടുത്താലും അവിടെ മിനിസിലെഴുതും. നടപ്പിലാക്കുന്ന സമയത്ത് പള്ളിക്കുന്ന് കമ്മിറ്റിയാണ് കൈകാര്യം ചെയ്യുക. അതിൽ കോൺഗ്രസിനും പങ്കാളിത്തം ഉണ്ടാവില്ല, മറ്റുള്ള ആളുകൾക്കും പങ്കാളിത്തം ഉണ്ടാവില്ല. UDFന്റെ രാഷ്ട്രീയ തീരുമാനങ്ങളിൽ ജനാധിപത്യപരമായ കൂടിയാലോചനകളോ മറ്റു പാർട്ടികളുടെ അഭിപ്രായങ്ങളോ പരിഗണിക്കപ്പെടുന്നില്ലെന്നും ഒരു പ്രത്യേക വിഭാഗത്തിന്റെ താൽപര്യങ്ങൾ മാത്രമാണ് സംരക്ഷിക്കപ്പെടുന്നതെന്നും ജമാൽ തുറന്നടിച്ചു. ഈ പറയുന്ന നേതാക്കൾ CMB എന്ന് പറഞ്ഞൊരു സാധനം ഞാൻ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് എന്താ വെച്ചാൽ അതിൻ്റെ കൂടെ പോയിട്ടില്ല. കുറച്ച് കാലം ഇവർ നിർബന്ധിച്ച് അതിൻ്റെ കൂടെ പോയതാണ്. അതിൻ്റെ ഒരു കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഈ പഞ്ചായത്തിൽ തന്നെ ഒരു 10 പാർട്ടി മെമ്പർമാരുണ്ടാവില്ല. പാലക്കാട് ജില്ലയിൽ തന്നെ ഇവിടെ ഒരു മെമ്പറും പിന്നെ വടക്കഞ്ചേരിയിലൊരു മെമ്പറുമാണ് ഈ CMB. ഞങ്ങൾ ആദ്യമായിട്ട് ആ സാധനത്തിലേക്ക് പോകുമ്പോൾ തന്നെ അവിടെ ചെന്ന് ഞങ്ങൾ 5 ആൾ അവിടുന്ന് പോകുന്നത്. ചെന്ന് ഇന്ന് പോയി നാളെ തന്നെ ഞാൻ ജില്ലാ കമ്മിറ്റിയായി. ഇവിടുന്ന് 5 ആളും ജില്ലാ കമ്മിറ്റി. പിന്നെ മുളകേംസക്കാൻ്റെ കറപ്പിൽ അവിടുത്തെ 5 ജില്ലാ കമ്മിറ്റി വടക്കഞ്ചേരി ഒരു തന്നെ അതിൻ്റെ ജില്ലാ കമ്മിറ്റി. അപ്പോൾ അത്തരത്തിൽ പ്രഹസന രൂപത്തിലുള്ള കമ്മിറ്റികളാണ്. സംഘടനാ വർക്കൊന്നുമില്ല. അവർ ഇലക്ഷൻ ആവും. ഇപ്പോൾ ഇവിടെ ചെയ്തു തീർക്കുന്നത് വെച്ചാൽ ആനുകൂല്യങ്ങൾ കൊടുക്കുമ്പോൾ കമ്മീഷൻ അടിക്കുക, SC വിഭാഗത്തിൻ്റെ പേരിൽ പശു കൊടുക്കുക, എന്നിട്ട് അപ്പുറത്തെ വീട്ടിൽ അടിക്കുക, കാശ് വാങ്ങുക. പുതുക്കുടിക്കാർ പരാതിക്കൊക്കെ പോകുന്നത് നമ്മൾ സംസാരിച്ച് നിർത്തിയതാണ്. ഇവിടേക്ക് വീടുകൾക്ക് പെർമിറ്റ് എടുക്കാൻ സാധാരണക്കാരൻ കൊടുത്ത് അതിന് വരെ കമ്മീഷൻ അടിക്കുന്ന സമീപനമാണ് ഈ പ്രദേശത്ത് നടക്കുന്നത്. ഇത്തരം അഴിമതിക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടത്തിലേക്ക് നിങ്ങളുടെ കൂടെ ഞാനുണ്ടാവും എന്നും. ചങ്ങലേരിയിലെ പ്രാദേശിക ലീഗ് നേതാക്കൾക്ക് പോലും ഈ തീരുമാനമെടുപ്പിൽ പങ്കാളിത്തമില്ലെന്ന് ജമാൽ ആരോപിച്ചു. കഴിഞ്ഞ ദിവസം ജമാലും അദ്ദേഹത്തോടൊപ്പം 12 കുടുംബങ്ങളും RMP വിട്ട് CPMൽ ചേർന്നതിന് പിന്നാലെയാണ് ഈ വെളിപ്പെടുത്തൽ. CPM സംഘടിപ്പിച്ച സ്വീകരണ ചടങ്ങിൽ വെച്ചാണ് ജമാൽ UDFനെതിരെ ആഞ്ഞടിച്ചത്. വരും ദിവസങ്ങളിൽ ഇത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയേക്കാം. CCN മണ്ണാർക്കാട്. പൊന്നാനി KSRTC ഡിപ്പോയിൽ നിന്ന് ഹെവി ലൈസൻസ് എടുക്കുന്ന ആദ്യ വനിതയായി തൃപ്പങ്ങോട് സ്വദേശിനി ആര്യനന്ദ. KSRTC ബസ് ഡ്രൈവറായിരുന്ന അച്ഛൻ പ്രസന്നകുമാറിൽ നിന്ന് ലഭിച്ച പ്രചോദനമാണ് ഈ നേട്ടത്തിന് പിന്നിലെന്ന് ആര്യനന്ദ പറയുന്നു.
കുട്ടിക്കാലം മുതലേ KSRTC ബസ് ഓടിക്കണമെന്ന ആഗ്രഹമുണ്ടായിരുന്ന ആര്യനന്ദ ബിഎഡ് പഠനത്തിനിടെയാണ് പൊന്നാനി ഡിപ്പോയിൽ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിച്ചതറിയുന്നത്. അമ്മ പ്രസീനയുടെ പിന്തുണയോടെ ക്ലാസ്സിൽ ചേർന്ന ആര്യനന്ദ 1 മാസത്തെ പരിശീലനത്തിന് ശേഷം നടന്ന ടെസ്റ്റിൽ വിജയിച്ചു. ഒരു മാസത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് എനിക്ക് ശനിയാഴ്ച ടെസ്റ്റ് ആയിരുന്നു. ഞാൻ ടെസ്റ്റ് പാസ്സായി, എനിക്ക് ലൈസൻസ് കിട്ടി. സ്വകാര്യ സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് മികച്ചതും ചിലവ് കുറഞ്ഞതുമാണ് KSRTCയിലെ പരിശീലനമെന്ന് അവർ പറയുന്നു. ഞാൻ കേട്ടിട്ടുള്ളത് പ്രൈവറ്റിൽ ക്ലാസ് ഭയങ്കര കുറവാണ്, ഫീസ് കൂടുതലാണ് എന്നൊക്കെയാണ്. പക്ഷേ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ KSRTCയിൽ നല്ല ക്ലാസ്സും കിട്ടുന്നുണ്ട്. 30 ദിവസത്തോളം ക്ലാസ്സും തരുന്നുണ്ട്. അപ്പോൾ അതുതന്നെ നമ്മുടെ കോൺഫിഡൻസ് കൂട്ടാനും നമ്മുടെ ഡ്രൈവിംഗ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാനും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് എയ്ഡ്, റോഡ് സുരക്ഷ തുടങ്ങിയ വിഷയങ്ങളിൽ ലഭിച്ച തിയറി ക്ലാസുകൾ ഏറെ പ്രയോജനപ്പെട്ടു. അധ്യാപികയായ അമ്മ പ്രസീനയുടെ സഹപ്രവർത്തകരും ആര്യനന്ദയുടെ നേട്ടത്തിൽ പ്രചോദിതരായി ഡ്രൈവിംഗ് ക്ലാസ്സിൽ ചേരാൻ താൽപര്യം പ്രകടിപ്പിച്ചു. കഴിഞ്ഞ വർഷം അന്തരിച്ച അച്ഛൻ പ്രസന്നകുമാറിന് മകളുടെ ഈ നേട്ടം നേരിൽ കാണാൻ സാധിക്കാത്തതിന്റെ ദുഃഖവും ആര്യനന്ദ പങ്കുവച്ചു. എനിക്ക് KSRTCയോട് ഇഷ്ടമുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാനും അമ്മയും കൂടി യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് ഡ്രൈവിംഗ് സ്കൂളിൻ്റെ KSRTC ബസ് കണ്ടത്. അപ്പോൾ പിന്നെ അമ്മയൊക്കെ സപ്പോർട്ട് ചെയ്തു, പോയി ജോയിൻ ചെയ്തോളൂ, KSRTC ഓടിക്കാലോ എന്ന രീതിയിൽ. അതുകൊണ്ടാണ് ഇവിടെ വന്നിട്ട് ജോയിൻ ചെയ്തത്. പൊതുജനങ്ങൾക്ക് ശാസ്ത്രീയവും കുറഞ്ഞ ചിലവിലുമുള്ള ഡ്രൈവിംഗ് പരിശീലനം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് KSRTC ഡിപ്പോകൾ കേന്ദ്രീകരിച്ച് ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ആരംഭിച്ചത്. ഈ വർഷം മാർച്ച് 13-നാണ് പൊന്നാനിയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവർത്തനം ആരംഭിച്ചത്. 1 മന്തായിട്ട് ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാണ്. അപ്പോൾ നെക്സ്റ്റ് വീക്കാണ് എൻ്റെ ടെസ്റ്റ് വരുന്നത്. എന്തായാലും എനിക്ക് കിട്ടുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു ഉറപ്പാണ് എനിക്ക്. പിന്നെ ഇവിടുത്തെ സാറും എല്ലാവരും അങ്ങനെയാണ് നമ്മളെ ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. മലപ്പുറം ജില്ലയിൽ കണ്ടനകം റീജിയണൽ വർക്ക്ഷോപ്പിലും നിലമ്പൂർ ഡിപ്പോയിലും പരിശീലന കേന്ദ്രങ്ങളുണ്ട്. പൊന്നാനിയിൽ ഇപ്പോൾ ഹെവി ലോറി, 4 വീലർ ക്ലാസുകളാണ് നടക്കുന്നത്. 55 പഠിതാക്കളാണ് ഇവിടെ പരിശീലനത്തിലുള്ളത്. CCN മലപ്പുറം. അങ്ങാടിപ്പുറത്തെ രൂക്ഷമായ ഗതാഗതക്കുരുക്കിനെതിരെ പ്രതിഷേധവുമായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി. ജനങ്ങളും വ്യാപാരികളും നേരിടുന്ന ദുരിതങ്ങൾക്ക് അറുതി വരുത്താൻ അടിയന്തര നടപടികൾ ആവശ്യപ്പെട്ടുകൊണ്ട് മങ്കട പെരിന്തൽമണ്ണ യൂണിറ്റുകൾ ഓഗസ്റ്റ് 13-ന് കടകളടച്ച് പ്രതിഷേധ റാലിയും ധർണയും നടത്തും. പ്രതിഷേധ സൂചകമായി ഓഗസ്റ്റ് 13-ന് രാവിലെ 11 മണി വരെ അങ്ങാടിപ്പുറത്തെ മുഴുവൻ കടകളും അടച്ചിടും. രാവിലെ റെയിൽവേ മേൽപ്പാലം പരിസരത്തു നിന്ന് അങ്ങാടിപ്പുറം ജംഗ്ഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തും. തുടർന്ന് നടക്കുന്ന ധർണ KVVS ജില്ലാ പ്രസിഡന്റ് കുഞ്ഞാവു ഹാജി ഉദ്ഘാടനം ചെയ്യും. 10-15 വർഷങ്ങളായി അവിടെ 2 പ്രപ്പോസലാണ് ഉണ്ടായിരുന്നത്. ഒന്ന് ഈ മിനി മേൽപ്പാലവും അതോടൊപ്പം തന്നെ ഈ അങ്ങാടിപ്പുറം നഗരവും പെരിന്തൽമണ്ണ നഗരവും ശാശ്വതമായി ഗതാഗതക്കുരുക്കിന്ന് രക്ഷപ്പെടുത്തുവാനുള്ള ഓരാടംപാലം മാനത്തമംഗലം ബൈപ്പാസ്. പക്ഷെ നിർഭാഗ്യവശാല് രാഷ്ട്രീയ പാർട്ടികൾ ഇടതാണെങ്കിലും വലതാണെങ്കിലും പരസ്പരം പഴിചാരി ഈ ഭാഗത്തുള്ള പൊതുജനങ്ങളെയും വ്യാപാരികളെയൊക്കെ അനുദിനം ഈ കുരുക്കുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പെരിന്തൽമണ്ണ നഗരത്തിലേക്കൊക്കെ ഇപ്പോൾ ഒരാൾക്ക് എത്തുക എന്ന് പറഞ്ഞാൽ വളരെയേറെ പ്രയാസകരമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സർക്കാരിന്റെയും ജനപ്രതിനിധികളുടെ ശ്രദ്ധ അതിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടാണ് ഒരു സൂചനാ സമരം എന്നുള്ള നിലക്ക് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പെരിന്തൽമണ്ണയും മങ്കട മണ്ഡലത്തിലെയും വ്യാപാരികൾ പങ്കെടുക്കുന്ന ഈ പ്രതിഷേധ മാർച്ചും അതോടുള്ള ധർണാ സമരവും ഞങ്ങൾ നടത്തുവാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. വൈലോങ്ങര ഓരാടംപാലം ബൈപ്പാസിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കുക, ചാത്തോലിക്കുണ്ടിൽ റെയിൽവേ അണ്ടർപാസ് സ്ഥാപിക്കുക, ഹൈവേയിൽ വ്യക്തമായ ദിശാബോർഡുകൾ സ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ ഭരണകൂടം കാര്യക്ഷമമായി ഇടപെടണമെന്നും വ്യാപാരികൾ ആവശ്യപ്പെട്ടു. വാർത്താ സമ്മേളനത്തിൽ KVVS ജില്ലാ വൈസ് പ്രസിഡന്റ് PTS മൂസു, ജില്ലാ സെക്രട്ടറി അക്രം ചുണ്ടയിൽ, പെരിന്തൽമണ്ണ മണ്ഡലം പ്രസിഡന്റ് യൂസഫ് രാമപുരം, മങ്കട മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് അലി തിരൂർക്കാട് എന്നിവർ പങ്കെടുത്തു. CCN പെരിന്തൽമണ്ണ. മെസ്സിയെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതിന് പിന്നിൽ സ്പോൺസറായ വ്യക്തിയുടെ കള്ളപ്പണം വെളുപ്പിക്കൽ അജണ്ടയുണ്ടോ എന്ന് സംശയിക്കുന്നതായി VT ബൽറാം. മെസ്സി വരുമോ ഇല്ലയോ എന്നല്ല, അർജന്റീന ടീം കേരളത്തിൽ കളിക്കാൻ വരുമോ എന്നാണ് അറിയേണ്ടത് എന്നും KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം ചോദിച്ചു. ഇല്ല, മെസ്സി കേരളത്തിലേക്ക് വരുമോ വരില്ലയോ എന്നുള്ളതല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് ഉയർന്നു വന്നിട്ടുണ്ട്.
അർജന്റീനിയൻ നാഷണൽ ടീമിനെ കേരളത്തിലേക്ക് ഒരു ഇന്റർനാഷണൽ ഫ്രണ്ട്ലി മത്സരത്തിനായി നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ, അവരുടെ ഒരു കളി കേരളത്തിൽ വെച്ച് നടത്താൻ സാധിക്കുമോ എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ നടക്കുമെന്നുള്ളതായിരുന്നു വകുപ്പ് മന്ത്രിയുടെയും കേരള സർക്കാരിൻ്റെയും ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളുടെയും തുടക്കത്തിലുള്ള വാഗ്ദാനം. മെസ്സി ഇപ്പം നേരത്തെ മറഡോണ ഒരു ജ്വല്ലറിയുടെ പരസ്യത്തിൽ അഭിനയിക്കാൻ വേണ്ടി കേരളത്തിലേക്ക് വന്നതുപോലെ മെസ്സി വരുന്നോ വരുന്നില്ലയോ എന്നുള്ളതല്ല. അർജന്റീനിയൻ നാഷണൽ ടീമിനെ കേരളത്തിലേക്ക് എത്തിക്കാൻ അവരുടെ ഒരു മത്സരം ഇവിടെ വെച്ച് സംഘടിപ്പിക്കാൻ കഴിയുമോ എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് തുടക്കം മുതൽ ആളുകൾ സംശയം ഉന്നയിച്ചിരുന്നത്. അങ്ങനെ ഒരു നാഷണൽ ടീമിൻ്റെ മത്സരം എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് നമ്മുടെ സൗകര്യത്തിന് തീരുമാനിക്കാൻ പറ്റുന്നതല്ല. അവർക്ക് ഇൻ്റർനാഷണൽ ബ്രേക്കുകൾ എന്ന് പറയുന്ന കൃത്യമായിട്ടുള്ള ഇടവേളകളുണ്ട്. ആ സമയത്ത് മാത്രമാണ് അത്തരം മത്സരങ്ങൾ നിശ്ചയിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അങ്ങനെ ഷെഡ്യൂൾ നോക്കുമ്പോൾ അവർക്ക് കേരളത്തിലേക്ക് ഒരു മത്സരത്തിനായി വരാനുള്ള സമയം ലഭ്യമാവുമോ എന്നുള്ള സംശയമാണ് ഇതുമായി ബന്ധപ്പെട്ട അറിവുള്ള ആളുകൾ തുടക്കം തന്നെ ഉന്നയിച്ചിരുന്നത്. അപ്പോൾ അതിൽ ഒരു ക്ലാരിറ്റി ഇപ്പോഴും വന്നിട്ടില്ല. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ഘട്ടത്തിൽ അർജന്റീനിയൻ ടീം കേരളത്തിലേക്ക് ഇന്ത്യയിലേക്കൊക്കെ വരാൻ സന്നദ്ധത അവരുടെ ഭാഗത്ത് നിന്ന് അറിയിച്ചിരുന്നു. പക്ഷേ അന്ന് അവർ ഏതാണ്ട് 40 കോടിയോളം രൂപയാണ് ഇതിൻ്റെ പ്രതിഫലമായിട്ട് ഉദ്ദേശിച്ചിരുന്നത്. അന്നത് കൊടുക്കാനില്ല എന്നുള്ളതുകൊണ്ടാണ് അന്ന് നിരസിക്കപ്പെട്ടത്. പക്ഷേ ഇന്നിപ്പം ഇതിൻ്റെ സ്പോൺസറായി കടന്നു വന്നിരിക്കുന്ന റിപ്പോർട്ടർ ചാനലിൻ്റെ മുതലാളി പറയുന്നത് ഞങ്ങൾ 130 കോടി രൂപ അടച്ചു കഴിഞ്ഞു, ഇനി വേണമെങ്കിൽ ഇനിയും കൂടുതൽ കൊടുക്കാം എന്നൊക്കെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു സംശയം ഉയരുകയാണ്. കാരണം ആ പറയുന്ന ആളുടെ ഒരു ക്രെഡിബിലിറ്റി കേരളത്തിൻ്റെ മുമ്പിൽ സംശയാസ്പദമായി നിൽക്കുകയാണ്. റിപ്പോർട്ടർ ചാനലിൻ്റെ മുതലാളിയായിട്ടുള്ള ആൻഡോ അഗസ്റ്റ് എന്ന് പറയുന്നത് കേരളത്തിൽ നിരവധി തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ട് കൂടി അറിയപ്പെടുന്ന ഒരാളാണ്. ഇപ്പോൾ അദ്ദേഹം ചാനൽ മുതലാളിയൊക്കെ ആയിട്ട് പത്രമാധ്യമ പ്രവർത്തനമൊക്കെ ആയിട്ട് സ്വയം അവതരിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒരു ഡ്യൂബിയസ് ബാക്ക്ഗ്രൗണ്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതൊരു കള്ളപ്പണം വെളുപ്പിക്കാനുള്ള ഇടപാടാണോ, അതിന് വകുപ്പ് മന്ത്രി കൂടി കൂട്ടുനിൽക്കുകയാണോ, സർക്കാർ സംവിധാനത്തെ ഇതുപോലെയുള്ള ഒരു കള്ളപ്പണക്കാരൻ്റെ തട്ടിപ്പിന് വേണ്ടി ഉപയോഗപ്പെടുത്തുകയാണോ എന്നുള്ള സംശയം കൂടി ഉയർന്നു. CCN കടമ്പഴിപ്പുറം. സർക്കാർ ജീവനക്കാരുടെ ടെന്നീസ് ക്രിക്കറ്റ് ടൂർണമെന്റായ ഗവൺമെന്റ് എംപ്ലോയീസ് പ്രീമിയർ ലീഗ് സീസൺ 2 ഓഗസ്റ്റ് 24 തുടക്കമാകും. ടെക്ബുൾ ശ്രീകൃഷ്ണപുരം സംഘടിപ്പിക്കുന്ന ടൂർണമെന്റിലെ താരലേലം ശ്രീകൃഷ്ണപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നടന്നു. കേരള ടെന്നീസ് ബോൾ ക്രിക്കറ്റ് അസോസിയേഷൻ സംസ്ഥാന ബാറ്റർ ടി രാജു, MR രഘുപ്രസാദ്, C സന്തോഷ് കുമാർ എന്നിവർ ലേലത്തിന് നേതൃത്വം നൽകി. ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന 8 ടീമുകളുടെ മാനേജർമാരും ഐക്കൺ താരങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. ഏകദേശം 200-ലധികം സർക്കാർ ജീവനക്കാർ ഈ ടൂർണമെന്റിന്റെ ഭാഗമാകും. ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ശ്രീകൃഷ്ണപുരത്ത് വെച്ച് ടെക്ബുൾസ് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ സ്റ്റാഫ് ടീമായ ടെക്ബുൾസ് സംഘടിപ്പിക്കുന്ന രണ്ടാമത് ഗവൺമെന്റ് എംപ്ലോയീസ് പ്രീമിയർ ലീഗ് ഫോർ പാലക്കാട് ഡിസ്ട്രിക്റ്റ് ആണ്. അതിന്റെ ഓപ്ഷനാണ് ഇപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 8 ടീമുകളായിട്ട് തിരിഞ്ഞ് നമ്മൾ കഴിഞ്ഞ വർഷത്തിലെ പോലെ തന്നെ അതിഗംഭീരമായിട്ട് നടത്താൻ പോകുന്ന ഓഗസ്റ്റ് 24 നടത്താൻ പോകുന്ന ഈ ഒരു സീരീസിലേക്ക് ടൂർണമെന്റിലേക്ക് പങ്കെടുക്കാനായിട്ട് എത്തിച്ചേർന്ന എല്ലാ ടീംസിന്റെയും മാനേജേഴ്സാണ് ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഗ്രൗണ്ടിൽ നടക്കുന്ന ടൂർണമെന്റിൽ വിജയിക്കുന്ന ടീമിന് 30,000 രൂപയും ട്രോഫിയും ലഭിക്കും. 2ാം സ്ഥാനക്കാർക്ക് 15,000 രൂപയും ട്രോഫിയും സമ്മാനിക്കും. സെമി ഫൈനലിൽ പ്രവേശിക്കുന്ന ടീമുകൾക്ക് ട്രോഫികളും പങ്കെടുക്കുന്ന എല്ലാ ടീമുകൾക്കും പാർട്ടിസിപ്പേഷൻ ട്രോഫിയും നൽകും. കൂടാതെ ടൂർണമെന്റിലെ മികച്ച താരം, മികച്ച ബൗളർ, മികച്ച ബാറ്റർ എന്നിവർക്ക് പ്രത്യേക സമ്മാനങ്ങളും നൽകുമെന്ന് സംഘാടകർ അറിയിച്ചു. ടെക്ബുൾ 2ാമത്തെ തവണയാണ് ഇങ്ങനെയൊരു ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. CCN കടമ്പഴിപ്പുറം. സാഹിത്യരചനകൾ കാലാതിവർത്തിയാണെന്ന് സാഹിത്യകാരൻ ശ്രീകൃഷ്ണപുരം കൃഷ്ണൻകുട്ടി. മലബാർ സൗഹൃദവേദിയുടെ ആഭിമുഖ്യത്തിൽ ചെർപ്പുളശ്ശേരിയിൽ നടന്ന പുസ്തക പ്രകാശനവും കവിയരങ്ങും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മളൊക്കെ കാണാൻ പ്രയാസപ്പെടുന്ന പല കാര്യങ്ങളും ജീവിതത്തിൽ കണ്ടെടുക്കാനൊക്കെ കഴിയും. ഈ ലോകത്തിലുള്ള എല്ലാ കാഴ്ചകളും അവരുണ്ട്. ഗാസയും അതുപോലെ തന്നെ ഇതുപോലുള്ള എല്ലാ നടക്കുന്ന ഈ ലോകത്ത് നടക്കുന്ന എല്ലാ സംഭവങ്ങളും അവർ ഉൾക്കൊള്ളുന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം. കുട്ടികളെ നമ്മൾ ചെറുതായിട്ട് കണക്കാക്കാൻ പാടില്ല. വായിക്കാത്തവരുണ്ടാവും, വായിക്കാത്തവരുണ്ട് അല്ലെ, അതുപോലെ കുട്ടികളും വായിക്കാത്തവരുണ്ട്. പക്ഷെ വായിക്കുന്നവർ വളരെ ഡീപ്പായിട്ട് വായിക്കുന്നു എന്നുള്ളതാണ് കുട്ടികൾ. മാത്രമല്ല അവരുടെ കവിതകളൊക്കെ ജീവിതത്തിൽ വളരെ തീഷ്ണമായിട്ടാണ് കാണുന്നത്. ശബരി ഹാളിൽ നടന്ന ചടങ്ങിൽ TP ഹരിദാസൻ അധ്യക്ഷത വഹിച്ചു. VM പ്രീതയുടെ കവിതാ സമാഹാരം പുഴ പോലല്ല കടൽ ബിജുമോൻ പന്തിരിക്കുലത്തിന് നൽകി ശ്രീകൃഷ്ണപുരം കൃഷ്ണൻകുട്ടി പ്രകാശനം ചെയ്തു.
മോഴിക്കുന്നം ദാമോദരൻ നമ്പൂതിരി, സാഹിത്യകാരനും ഗ്രന്ഥശാല പ്രവർത്തകനുമായ വി എ രാജൻ എഴക്കാട്, കെ ബാലകൃഷ്ണൻ, വാദ്യകലാകാരൻ പനമണ്ണ ശശി, സംഗീത കുളത്തൂർ, വി സത്യനാരായണൻ, രാജൻ മുളയങ്കാവ്, കെ ബാലഗംഗാധരൻ, വി ശ്രീകുമാർ, ഡോക്ടർ മൊയ്തീൻകുട്ടി മാട്ടര, റഹീം ചെർപ്പുളശ്ശേരി, ഗോപൻ എഴക്കാട്, ദിനേശൻ എഴുവന്തല, കെ സോമസുന്ദരൻ, വിനോദ് സേതുമാധവൻ, വിജയൻ കടാങ്കോട്, കവിയത്രി വി എം പ്രീത, സി കെ ശിവരാമൻ എന്നിവർ പ്രസംഗിച്ചു. തുടർന്നു നടന്ന കവിയരങ്ങിൽ എം ഡി ദാസ്, സംഗീത കുളത്തൂർ, സൗമിനി സത്യൻ, അജിത് എഴക്കാട്, ശ്രീജ രാജേഷ്, ജിഷ വേണുഗോപാൽ, പ്രഭാവതി കാറൽമണ്ണ, സരള മധുസൂദനൻ, മണികണ്ഠൻ പട്ടിശ്ശേരി എന്നിവർ കവിതകൾ അവതരിപ്പിച്ചു. അടുത്തത് നമ്മുടെ വാദ്യകലയിലെ കുലപതി ആദരണീയനായ ശശിയേട്ടനെ പൊന്നാടയിലിരിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട പ്രഭാവതി കാർമണ്ണയെ ആദരിക്കുന്നു. പ്രഭാവതി ടീച്ചർ നല്ലൊരു കലാകാരിയാണ്. CCN ചെർപ്പുളശ്ശേരി. ശ്രീകൃഷ്ണപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ NSS യൂണിറ്റും ശ്രീകൃഷ്ണപുരം ഹെൽത്ത് സെന്ററും ചേർന്ന് കോളേജിൽ ഏകദിന ഹീമോഗ്ലോബിൻ പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. രക്തദാനത്തിൽ ഹീമോഗ്ലോബിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് 120ഓളം വിദ്യാർത്ഥിനികൾക്കാണ് പരിശോധന നടത്തിയത്. പരിശോധനയിൽ ഹീമോഗ്ലോബിന്റെ അളവ് കുറവുള്ള വിദ്യാർത്ഥിനികൾക്ക് ക്യാമ്പിൽ വെച്ചു തന്നെ അയൺ ഗുളികകളും ആവശ്യമായ മറ്റു നിർദ്ദേശങ്ങളും നൽകി. കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് സമദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. NSS പ്രോഗ്രാം ഓഫീസർ അസ്കർ അലിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ശ്രീകൃഷ്ണപുരം ഹെൽത്ത് സെന്ററിലെ ഗായത്രി വിദ്യാർത്ഥിനികൾക്കായി ഒരു ബോധവൽക്കരണ ക്ലാസും നൽകി. NSS വോളണ്ടിയർ സെക്രട്ടറിമാരായ വരുൺ, ദേവു എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. CCN കടമ്പഴിപ്പുറം. കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ CITU ശ്രീകൃഷ്ണപുരം ഏരിയ സമ്മേളനം കടമ്പഴിപ്പുറം ബാങ്ക് ഹാളിൽ വെച്ച് നടന്നു. CITU ജില്ലാ പ്രസിഡന്റ് PN മോഹനൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. 100 കോടി നിക്ഷേപമുള്ള ബാങ്കുകളിൽ റിസർവ് ബാങ്കിന്റെ പ്രതിനിധി വേണമെന്നല്ലേ, അങ്ങനെയല്ലേ സജീവ? അതെന്തിനാണ്? സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്നതിന് നിങ്ങളുടെ ഓഡിറ്റ് സംവിധാനമുണ്ട്. യൂണിറ്റ് ഇൻസ്പെക്ടർമാർ കാര്യങ്ങൾ കൃത്യമായി പരിശോധിക്കുന്നുണ്ട്. ഈ മേഖല നിങ്ങളുടെ രജിസ്ട്രാറും അതുപോലെ തന്നെ ജോയിന്റ് രജിസ്ട്രാറും ഉൾപ്പെടെയുള്ള ആളുകൾ അതാത് ജില്ലയിലെ സംഘങ്ങളുടെ കാര്യങ്ങളെ സംബന്ധിച്ച് നല്ല ഇടപെടലും പരിശോധനയാണ്. സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ C കൃഷ്ണൻകുട്ടി സ്വാഗതം പറഞ്ഞു. തുടർന്ന് ദിവ്യ രക്തസാക്ഷി പ്രമേയവും കൃഷ്ണപ്രസാദ് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ഏരിയ സെക്രട്ടറി C രമേശ് പ്രവർത്തന റിപ്പോർട്ടും, ട്രഷറർ സജീവ് കുമാർ വരവ് ചിലവ് കണക്കുകളും, ഗോപാലകൃഷ്ണൻ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. CPIM ഏരിയ സെക്രട്ടറി K ജയദേവൻ, ഏരിയ സെന്റർ അംഗം K രാമചന്ദ്രൻ, P സുബ്രഹ്മണ്യൻ, കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ശാസ്തകുമാർ എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി ബിജു ജോസഫിനെ പ്രസിഡന്റായും C രമേശിനെ സെക്രട്ടറിയായും സജീവ് കുമാറിനെ ട്രഷററായും സമ്മേളനം തിരഞ്ഞെടുത്തു. CCN കടമ്പഴിപ്പുറം. കാട്ടുകുളം പരിയാനമ്പറ്റ ഭഗവതി ക്ഷേത്രത്തിൽ ലക്ഷാർച്ചന, അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം എന്നിവ നടന്നു. 6 ആനകൾ ആനയൂട്ടിനെത്തി. 50-ലേറെ കലാകാരന്മാർ അണിനിരന്ന മേളവും നടന്നു. തന്ത്രി ഈക്കാട്ടുമന നാരായണ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. 6 ആനകൾ ആനയൂട്ടിനെത്തി. കല്ലൂർ ഉണ്ണികൃഷ്ണമാരാർ, കല്ലുവഴി പ്രകാശൻ, കിണാശ്ശേരി രാധാകൃഷ്ണൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ 50-ലേറെ കലാകാരന്മാർ അണിനിരന്ന മേളവും നടന്നു. CCN കടമ്പഴിപ്പുറം. തച്ചമ്പാറ ചൂരിയോട് പരമേശ്വരി ഗുരുമുത്തപ്പൻ ക്ഷേത്രത്തിന് നേരെ ആക്രമണം നടത്തിയ 2 പേരെ കല്ലടിക്കോട് പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. വെള്ളിയാഴ്ച രാത്രി 1 മണിയോടെയാണ് സംഭവം. ചൂരിയോട് സ്വദേശികളായ ഹംസ, സജീർ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. വെള്ളിയാഴ്ച രാത്രി 1 മണിയോടെയാണ് സംഭവം നടന്നത്. ക്ഷേത്രത്തിന്റെ കവാടത്തിലെ ഫ്ലക്സ് ബോർഡുകളും ചുറ്റുമതിലിലെ പ്രവേശന വാതിലും ഇവർ തകർത്തു. ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന പൂജാരി ബിനേഷ് കുമാറിന്റെ വീട്ടിലേക്ക് കല്ലെറിയുകയും ക്ഷേത്രത്തിലെ കിണറിന്റെ മോട്ടോറിന്റെ പാനൽ ബോർഡ് നശിപ്പിക്കുകയും ചെയ്തു. ശബ്ദം കേട്ട് ഭയന്ന് വീടിനകത്തിരുന്ന പൂജാരിയെയും പ്രായമായ മാതാപിതാക്കളെയും ഇവർ അസഭ്യം പറയുകയും
തടയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. തുടർന്ന് ക്ഷേത്ര കമ്മിറ്റി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കല്ലടിക്കോട് CI GS സജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. CCN മണ്ണാർക്കാട്. 2026 ഹജ്ജ് തീർത്ഥാടനത്തിനായുള്ള മുന്നൊരുക്കങ്ങൾ നേരത്തെ തന്നെ ആരംഭിച്ചതായി കേരള ഹജ്ജ് കമ്മിറ്റി എക്സിക്യൂട്ടീവ് ഓഫീസറും മലപ്പുറം ജില്ലാ കളക്ടറുമായ VR വിനോദ് IAS അറിയിച്ചു. സൗദി ഗവൺമെന്റ്, ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുലേറ്റ്, ഇന്ത്യൻ ഹജ്ജ് മിഷൻ, സെൻട്രൽ ഹജ്ജ് കമ്മിറ്റി എന്നിവർ ഹജ്ജ് പ്രവർത്തനങ്ങളിൽ സജീവമായി പ്രവർത്തിച്ചു വരികയാണ്. കേന്ദ്ര ന്യൂനപക്ഷ വകുപ്പിന്റെയും സെൻട്രൽ ഹജ്ജ് കമ്മിറ്റിയുടെയും നിർദ്ദേശങ്ങൾക്കനുസരിച്ച് കേരള ഹജ്ജ് കമ്മിറ്റി 2026 പ്രവർത്തനങ്ങൾക്ക് സജ്ജമായി കഴിഞ്ഞു. കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോടിന്റെ നേതൃത്വത്തിലുള്ള 15 അംഗ കമ്മിറ്റിയാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നത്. 2026 ഹജ്ജ് കർമ്മത്തിനുള്ള അപേക്ഷകൾ ജൂലൈ 7 മുതൽ സ്വീകരിച്ചു തുടങ്ങി. ഇന്ന് അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള അവസാന ദിവസമാണ്. ഇതുവരെ 25,000-ലധികം പേരാണ് ഹജ്ജ് കർമ്മത്തിന് വേണ്ടി അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത്. ഇത്തവണത്തെ ഹജ്ജിലെ ഒരു പ്രത്യേകത 20 ദിവസത്തെ ഷോർട്ട് ഹജ്ജ് ഇപ്രാവശ്യം മുതൽ ലഭ്യമാണ്. ഇപ്രാവശ്യം കഴിഞ്ഞ വർഷം അപേക്ഷിച്ച് വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളവർക്ക് ഒരു മുൻഗണന കൊടുക്കുന്നുണ്ട്. ഹജ്ജ് കർമ്മത്തിന് വേണ്ടി അപേക്ഷിച്ചവരെയും സഹായിക്കുന്നതിന് വേണ്ടി 350ഓളം ഹെൽപ്പ് ഡെസ്കുകളാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഹജ്ജ് കർമ്മത്തിന് തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള നറുക്കെടുപ്പ് ഓഗസ്റ്റ് മാസം 12-ാം തീയതി നടക്കുന്നതാണ്. അതിനുശേഷം ഓഗസ്റ്റ് 20-ാം തീയതി ആദ്യ ഘടുവായിട്ടുള്ള പണം അടയ്ക്കേണ്ടതാണ്. ഹജ്ജ് കർമ്മം നടത്തുന്നവരെ സഹായിക്കുന്നതിന് വേണ്ടി ഹജ്ജ് വോളണ്ടിയേഴ്സ്മാരും ട്രെയിനർമാരും സജ്ജരാണ്. CCN മലപ്പുറം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുമരമ്പത്തൂർ പഞ്ചായത്തിലെ UDF ഭരണത്തിൽ അതൃപ്തി പുകയുന്നു. ഭരണസമിതിയിലെ എല്ലാ നിർണായക തീരുമാനങ്ങളും എടുക്കുന്നത് പള്ളിക്കുന്നിലുള്ള ലീഗിന്റെ ഹൈക്കോർ കമ്മിറ്റിയാണെന്ന് മുൻ UDF ഘടകകക്ഷിയും RMP നേതാവുമായിരുന്ന ജമാൽ. തങ്ങളേരിയിലെ ലീഗ് നേതാക്കൾക്ക് പോലും തീരുമാനമെടുക്കുന്നതിൽ പങ്കാളിത്തമില്ലെന്നും ജമാൽ ആരോപിച്ചു. മെസ്സിയെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതിന് പിന്നിൽ സ്പോൺസറായ വ്യക്തിയുടെ കള്ളപ്പണം വെളുപ്പിക്കൽ അജണ്ടയുണ്ടോ എന്ന് സംശയിക്കുന്നതായി VT ബൽറാം. മെസ്സി വരുമോ ഇല്ലയോ എന്നല്ല, അർജന്റീന ടീം കേരളത്തിൽ കളിക്കാൻ വരുമോ എന്നാണ് അറിയേണ്ടത് എന്നും KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം ചോദിച്ചു. അങ്ങാടിപ്പുറത്തെ രൂക്ഷമായ ഗതാഗത കുരുക്കിനെതിരെ പ്രതിഷേധവുമായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി. ജനങ്ങളും വ്യാപാരികളും നേരിടുന്ന ദുരിതങ്ങൾക്ക് അറുതി വരുത്താൻ അടിയന്തര നടപടികൾ ആവശ്യപ്പെട്ടുകൊണ്ട് മങ്കട പെരിന്തൽമണ്ണ യൂണിറ്റുകൾ ഓഗസ്റ്റ് 13-ന് കടകളടച്ച് പ്രതിഷേധ റാലിയും ധർണയും നടത്തും. പൊന്നാനി KSRTC ഡിപ്പോയിൽ നിന്നും ഹെവി ലൈസൻസ് എടുക്കുന്ന ആദ്യ വനിതയായി തൃപ്പങ്ങോട് സ്വദേശിനി ആര്യനന്ദ. KSRTC ബസ് ഡ്രൈവറായിരുന്ന അച്ഛൻ പ്രസന്നകുമാറിൽ നിന്ന് ലഭിച്ച പ്രചോദനമാണ് ഈ നേട്ടത്തിന് പിന്നിലെന്ന് ആര്യനന്ദ പറയുന്നു. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. Mother Care Hospital, providing care with kindness.